ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സഹകാരികളുടെ ചോദ്യങ്ങളുടെ വേരുകൾ തേടി എന്ന സെഗ്മെന്റിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഈ സെഗ്മെന്റിൽ ഓരോരോ ഡിഗ്രി ലെവൽ ചോദ്യങ്ങളുടെ റൂട്ട് എന്താണെന്ന് കൃത്യമാക്കി മനസ്സിലാക്കി നിങ്ങൾക്കത് പറഞ്ഞു തരികയും അതിനോടൊപ്പം ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങളോട് നിങ്ങളെ പരിചയപ്പെടുത്തുകയും അത് പഠിച്ചു പോകുന്ന ആ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ആ ഒരു കൺസെപ്റ്റ് കൃത്യമായിട്ട് ഇനി എങ്ങനെ സ്റ്റേറ്റ്മെന്റ് ചോദിച്ചാലും എഴുതാൻ പാകത്തിന് നിങ്ങളെ മനസ്സിലാക്കി പോകുന്ന ഒരു സെഗ്മെന്റാണ്. അപ്പോൾ ഈ സെഗ്മെന്റ് ഇതുപോലുള്ള സെഗ്മെന്റ്സ് ഇനിയും കിട്ടാൻ വേണ്ടി നിങ്ങൾ ഉറപ്പായിട്ടും സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഇപ്പോൾ തന്നെ അമർത്തുക. അതിനോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു സെഷൻ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ ചോദ്യം കഴിഞ്ഞ ഡിഗ്രി ലെവൽ മെയിൻസ് എക്സാമിനേഷൻ ഏതായിരുന്നടാ? സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് പരീക്ഷയിൽ പേപ്പർ 1 10ാമത്തെ ചോദ്യമാണ്. 9ാമത്തെ ചോദ്യം നമ്മൾ ഇതിനു മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 10ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 10ാമത്തെ ചോദ്യം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? താഴെ പറയുന്ന അക്ഷാംശങ്ങളിൽ ഏതാണ് കുതിര അക്ഷാംശങ്ങൾ അല്ലെങ്കിൽ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്നറിയപ്പെടുന്നത് ഏത് അക്ഷാംശമാണെന്നാണ് ഇവിടെ ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യം കാണുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ അക്ഷാംശങ്ങളെല്ലാം സുപരിചിതമാണ് അല്ലേ? എല്ലാം സുപരിചിതമാണ്. ഈ പേര് എവിടെ നിന്ന് കിട്ടി എന്നുള്ളതാണ്. ഈ പേര് നമുക്ക് പാഠപുസ്തകത്തിൽ നോക്കാം. +1 ജിയോഗ്രഫി 10ാമത്തെ പാഠത്തിലാണ് നമുക്ക് ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ അക്ഷാംശങ്ങൾക്കും അതിനിടയിൽ വീശുന്ന കാറ്റുകൾക്കും അതിന് കാരണമാകുന്ന മർദ്ദ വ്യതിയാനങ്ങളെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കുന്നത് 11ാം ക്ലാസ്സിന്റെ 10ാമത്തെ ചാപ്റ്ററിലാണ്. പക്ഷേ അതിലെങ്ങും നമുക്ക് ഈ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ കുതിര അക്ഷാംശം എന്നുള്ള വാക്ക് അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഴയ നമ്മുടെ SSLCയുടെ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിന്റെ SCERT പാഠപുസ്തകത്തിൽ പഠിക്കാനില്ലാത്ത അവർക്ക് ശരിക്കും അവിടെ നിന്ന് ക്വസ്റ്റ്യൻ വരില്ല. ഒരു റൗണ്ട് ഇട്ട് ഒരു സംഭവം കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്താണ് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്നുള്ള കാര്യം. അവിടെ ലാറ്റിറ്റ്യൂഡ് കൃത്യമായിട്ട് പറയുന്നില്ല, എന്നാൽ അവിടെ എടുത്തു പറയുന്നു എന്താണ്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല ഏതാണ് ഈ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല? എന്തുകൊണ്ടാണ് അതിനെ ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്? അതുപോലെ മറ്റ് ഇതര പ്രഷർ ബെൽറ്റുകളും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുവരാം. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് നമ്മുടെ ഭൂമിയുടെ അറ്റ്ലസ് ആണ്. ഇത് നമ്മുടെ ഭൂമിയുടെ ഒരു ക്രോസ് സെക്ഷൻ എന്ന് പറയാൻ പറ്റത്തില്ല. വായു സഞ്ചാരത്തിന്റെ ഒരു മൂവ്മെന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുതിര അക്ഷാംശം പഠിക്കാൻ വേണ്ടി നമ്മൾ ഭൂമിയിൽ വ്യത്യസ്തമായിട്ടുള്ള പ്രഷർ ബെൽറ്റുകൾ നമ്മൾ നോക്കാൻ പോവുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പ്രഷറും അതുപോലെ ചൂടും എപ്പോഴും എന്താണ്? വിപരീത അനുപാതത്തിലാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചേക്കാം. അപ്പോൾ പ്രഷർ എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല, വായുവിൻ്റെ മർദ്ദമാണ്. വായുവിൻ്റെ മർദ്ദം എന്ന് പറയുമ്പോൾ എന്താണ്? വായുവിൻ്റെ ഭാരം. വായുവിന് ഭാരമുണ്ടോ? നമ്മുടെ കയ്യിൽ ഭാരം ഫീൽ ചെയ്യുന്നുണ്ടോ? ഉണ്ട് കേട്ടോ, നമ്മുടെ കയ്യിൽ ഭാരം ഫീൽ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് എപ്പോഴും മനസ്സിലാക്കാമെന്നറിയാമോടാ? നമ്മൾ മൂന്നാർ കയറുമ്പോഴത്തേക്കും ചെവിയിൽ ചെറിയൊരു പ്രഷർ വ്യത്യാസം ഉണ്ടാവുമല്ലേ? ചെവി അടയ്ക്കൂലേ? എന്നിട്ട് മൂന്നാറിൽ നിന്നൊക്കെ അല്ല അയാൾട്ടുകൊണ്ട് തിരിച്ചിറങ്ങുമ്പോൾ ചെവി തുറക്കുകയല്ലേ? അതുപോലെ അതെന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മുടെ ബോഡി ഈ നിലവിലുള്ള അന്തരീക്ഷത്തിൻ്റെ ആ ഒരു പ്രഷറിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബോഡിയുടെ അനുകൂലനം അല്ലേ? അതിൽ നിന്ന് പ്രഷർ കുറഞ്ഞ ഭാഗത്തേക്ക് പോകുമ്പോഴത്തേക്കും നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ടാവും. അതുകൊണ്ടാണ് ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പോകുന്ന ആൾക്കാരുടെ മൂക്കൊക്കെ പൊട്ടി ചോരയെല്ലാം വരുന്നത്. സോ പ്രഷർ ഉണ്ട്, വായുവിന് പ്രഷർ ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ പ്രഷറും എന്താണ്? ടെമ്പറേച്ചറും എപ്പോഴും വിപരീത അനുപാതത്തിലായിരിക്കും. ഇത് മനസ്സിലാക്കി വെച്ചേക്കുക. എന്താണ് കാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരശ്ചീനമായിട്ട് വീശുന്ന വായുവാണ് കാറ്റ്. സംശയമില്ല കാര്യത്തിൽ. തിരശ്ചീനമായിട്ട് അല്ലേ ചരിഞ്ഞ് വീശുന്ന വായുവിനാണ് നമ്മൾ കാറ്റ് എന്ന് വിളിക്കുക. എന്താ അതിന് കാരണം? പ്രഷറിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് അല്ലേ? പ്രഷറിൽ ഉണ്ടാകുന്ന വ്യത്യാസം. ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകാം? രണ്ട് വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ഒരു സ്ഥലത്ത് മർദ്ദം കൂടുകയും മറ്റേ സ്ഥലത്ത് മർദ്ദം കുറയുകയും ചെയ്തു കഴിഞ്ഞാൽ കൂടിയ മർദ്ദമുള്ള സ്ഥലത്ത് നിന്നും കുറഞ്ഞ മർദ്ദമുള്ള സ്ഥലത്തേക്ക് കാറ്റ് തിരശ്ചീനമായി വീശും. ഇതാണ് എന്താ? വായു വീശും. അതിനാണ് നമ്മൾ കാറ്റ് എന്ന് വിളിക്കുക. നോക്കാം ഇനി ഇവിടെ എന്താണ് സംഭവിക്കുക നമുക്ക് നോക്കാം. നമ്മുടെ ഭൂമി വരയ്ക്കുമ്പോഴത്തേക്കും ആദ്യം നമ്മൾ ഇക്വേറ്റർ അല്ലെങ്കിൽ ഭൂമധ്യരേഖ അങ്ങ് വരച്ചു വെക്കണം കേട്ടോ. ഭൂമധ്യരേഖ വരച്ചു വെക്കണം. അതിനോടൊപ്പം നിങ്ങൾ അടുത്ത് വരച്ചു വെക്കേണ്ട സംഭവമാണ് ഉത്തരാർദ്ധഗോളത്തിലെ ഉത്തരായന രേഖ കേട്ടോ. 23.5 ഡിഗ്രി വടക്ക്, അതേപോലെ 23.5 ഡിഗ്രി തെക്ക് ദക്ഷിണായന രേഖ അല്ലേ? ഓക്കെ. ട്രോപ്പിക് ഓഫ് ക്യാൻസറും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണും അല്ലേ? അത് രണ്ട് കാര്യങ്ങൾ രണ്ട് വരകളും ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ പഠിക്കാൻ കുറച്ചും കൂടെ ഈസിയാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ ചൂടും തണുപ്പ് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ സൂര്യൻ ഒരു വലിയ സൂര്യനാണ്. സൂര്യനിൽ നിന്നും സൂര്യരശ്മികൾ ഏകദേശം ഇതേപോലെ ലംബമായിട്ടാണ് ഇങ്ങനെ പതിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കാം. ഇവിടെ വരുന്ന സൂര്യരശ്മി അല്ലേ, അല്ലെങ്കിൽ സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരം ഈ പറഞ്ഞ ഭാഗത്തുള്ള ദൂരം വളരെ കുറവാണ്. അതേസമയം നമ്മുടെ എവിടെയാണ് ധ്രുവങ്ങളിലെ ദൂരം വളരെയധികം കൂടുതലുമാണ്. അപ്പോൾ ആർക്ക് എവിടെയായിരിക്കും ചൂട് കൂടുതൽ? ഓഫ് കോഴ്സ് നമുക്ക് ഈ പറഞ്ഞ ലംബമായിട്ട് സൂര്യരശ്മികൾ പതിക്കുന്ന സ്ഥലത്തായിരിക്കും
ചൂട് കൂടുതൽ. ഇവിടെ നോക്കടാ, ഇവിടെ ലംബമല്ല അല്ലേ. അപ്പോൾ ലംബമായിട്ട് സൂര്യരശ്മികൾ പതിക്കുന്ന ഭാഗത്തെയാണ് നമ്മൾ ട്രോപ്പിക്കൽ റീജിയൻസ് എന്ന് പറയുക. അത് ഏതിനൊക്കെ ഇടയിലാണ്? ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും, അതായത് 23.5 ഡിഗ്രി വടക്കിനും 23.5 ഡിഗ്രി തെക്കിനും ഇടയിൽ ഈ ഭാഗത്താണ് ലംബമായിട്ട് സൂര്യരശ്മി പതിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ ഏറ്റവും കൂടുതൽ ചൂട് എവിടെയാണ് വരുന്നത്? ഭൂമധ്യരേഖ പ്രദേശത്താണ്. അവിടെ വരുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുക? അവിടെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നുണ്ട് തന്നെ അവിടെ ഉള്ള വായു എന്ത് സംഭവിക്കും? വായു മുകളിലേക്ക് ഉയരും അല്ലേ, ചൂട് പിടിച്ച് മുകളിലേക്ക് ഉയരും. ഇങ്ങനെ ഉയർന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അത് തണുപ്പുള്ള സ്ഥലത്തേക്ക് രണ്ടായിട്ട് തിരിഞ്ഞ് എങ്ങോട്ട്? തെക്കോട്ടും വടക്കോട്ടും സഞ്ചരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മുകളിലൂടെയാണ് സഞ്ചരിക്കുക. എവിടെ? ട്രോപ്പോസ്ഫിയറിൻ്റെ മുകളിലൂടെയാണ് ഈ പറഞ്ഞ വായു തെക്കോട്ടും വടക്കോട്ടും ഡൈവർജൻ്റ് ആയിട്ട് സഞ്ചരിക്കുക. ഇങ്ങനെ സഞ്ചരിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ 23.5 ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം 25 ഡിഗ്രി ഭാഗം തൊട്ട് 30 ഡിഗ്രി ഭാഗം വരെയുള്ളൊരു ഭാഗമുണ്ട്. 25-നും 30 ഡിഗ്രിക്ക് ഇടയിലെ ഭാഗമുണ്ട്. ഇതിനെ എന്തെന്നാണ് വിളിക്കുന്നത്? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് എന്നാണ്. എന്താണ്? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് എന്നാണ്. ഇവിടെ ഒരു ലോ പ്രഷർ ഏരിയ ആണ്. കാര്യം ഇവിടുത്തെ വായു എന്താണ്? എപ്പോഴും ചൂട് പിടിച്ച് മുകളിലോട്ട് പൊന്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഈ ഭാഗം ചൂട് കൂടുതലാണ്. അപ്പോൾ അവിടെ എന്താണ്? ലോ പ്രഷർ ബെൽറ്റ് ആണ്. ഇവിടെ എന്താണ്? ഇത് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ ഹൈ പ്രഷർ ആയത്? വളരെ ലളിതമാണ്. ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിൽ നിന്നും വീശുന്ന തണുത്ത കാറ്റ് മുകളിലൂടെ അല്ലേ, ട്രോപ്പോസ്ഫിയറിന് മുകളിലൂടെ വന്നിട്ട് എവിടെ വെച്ചിട്ട്? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിന്റെ ആ ഭാഗത്ത് വരുമ്പോൾ ഈ രണ്ട് കാറ്റുകളും തമ്മിൽ കൂട്ടിമുട്ടുന്നു. കൂട്ടിമുട്ടുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഇവിടെ നിന്ന് വരുന്ന താരതമ്യേന ഇച്ചിരി ചൂടുള്ളതാണല്ലേ, അവിടെ നിന്ന് നല്ല തണുപ്പുള്ളതാണ്. അങ്ങനെ ആ വായു തണുത്ത് താഴോട്ട് അവിടെ വരികയാണ് ചെയ്യുന്നത്. വായു താഴോട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ എന്താണ്? അവിടെ തണുക്കും, അവിടെ ഹൈ പ്രഷർ മേഖലയായിട്ട് മാറും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അവിടെ ഹൈ പ്രഷർ മേഖല. അങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ നോക്ക്, എവിടെയെങ്കിലും കാറ്റുണ്ടാവാൻ സാധ്യതയുണ്ടോ മക്കളെ? ഇല്ല അല്ലേ. ഈ ഒരു ഭാഗത്ത്, ഈ ഒരു ലൈനിൻ്റെ ഭാഗത്ത് കാറ്റ് വളരെ കുറവായിരിക്കും. ഇത് എവിടെയാണ് കൂടുതലും സംഭവിക്കുന്നത് അറിയാമോ? നമ്മുടെ സമുദ്രത്തിൻ്റെ ഭാഗത്താണ്. നമുക്കിവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏകദേശം ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് വരും എന്ത്? നമ്മുടെ ഈ പറഞ്ഞ 20 ഡിഗ്രി അല്ലേ, 23.5 കഴിഞ്ഞ് 25 ഡിഗ്രി ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് വരും നമ്മുടെ എന്ത്? ഈ പറഞ്ഞ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ ഇതാണ് നമ്മുടെ ചോദ്യം. സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്, പേര് മാറ്റി ചോദിച്ചു എന്ത്? കുതിരാക്ഷാംശം. എന്താണ് സംഭവിച്ചത്? യൂറോപ്പിൽ നിന്നുള്ള വ്യാപാരികൾ പണ്ട് എങ്ങോട്ട്? അമേരിക്കയിലേക്ക് യാത്ര ചെയ്യാറുണ്ട്. അപ്പോൾ നോക്ക്, ഇതാണ് വഴി അല്ലേ, ഇതാണ് വഴി. പണ്ട് എന്താണ്? കാറ്റിന്റെ അടിസ്ഥാനത്തിലല്ലേ വരുന്നത്? കാറ്റിന്റെ അല്ലേ, ട്രേഡ് വിൻഡുകളുടെ സഹായത്തോടു കൂടിയാണ് അവരെന്ത് ചെയ്യുന്നത്? പായ്ക്കപ്പലുകളിലൂടെ കൊണ്ടുവരുന്നത്. അപ്പോൾ എന്താണ്? ഇവിടെ യൂറോപ്പിന്റെ ഭാഗത്തു നിന്ന് നമ്മുടെ അമേരിക്കയിലേക്ക് വ്യാപാരത്തിന് വേണ്ടി വരുന്ന വ്യാപാര കപ്പലുകളിടാം. ഈ വ്യാപാര കപ്പലുകളിൽ ഒത്തിരി കുതിരകളെയൊക്കെ കയറ്റി, അതായത് നമുക്ക് കുതിര ഓട്ടത്തിനാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ആവശ്യങ്ങളും കുതിരകളെ കയറ്റി കൊണ്ടുവരും. കുതിരകളെ കയറ്റി കൊണ്ടുവരുമ്പോഴത്തേക്ക് എന്താണ്? അതിനാവശ്യമായിട്ടുള്ള ഫുഡ് കാര്യങ്ങളെല്ലാം കൊണ്ടാണ് വരുന്നത്. അപ്പോൾ നോക്കാം എന്താ സംഭവിക്കുക. ഈ സ്ഥലത്ത് വരുമ്പോഴത്തേക്ക് എന്താണ്? ഈ ഒരു 30 ഡിഗ്രിയിലേക്ക് കടക്കുന്ന സമയത്ത് അവിടെ കടല് പൊതുവെ താരതമ്യേന ശാന്തമായിരിക്കും എന്ന് മാത്രമല്ല, എന്താ പ്രശ്നം? കാറ്റിൻ്റെ സാന്നിധ്യം കുറവായിരിക്കും. അപ്പോൾ കാറ്റിൻ്റെ സാന്നിധ്യം ആകുമ്പോഴത്തേക്കും ഇത്രയും വലിയ കപ്പലിനെ മുന്നോട്ട് കൊണ്ടുപോവുക അസാധ്യമാണെന്ന് മനസ്സിലാക്കുകയും അവരവിടെ സ്റ്റക്ക് ആകും എന്നൊരു തോന്നലൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് നമുക്ക് അവിടെ നിന്ന് ഈ പറഞ്ഞ പോലെ കപ്പലിൽ നിന്ന് കുതിരയൊക്കെ മാറ്റി കുതിരയെല്ലാം കുറച്ചല്ലെങ്കിൽ കുതിരയെ എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ട് അതിൻ്റെ വെയിറ്റ് കുറച്ചിട്ട് അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള പ്രയാണം തുടരാൻ അവരെ പ്രേരിപ്പിച്ചത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബെർമുഡ ട്രയാങ്കിളെല്ലാം ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് കേട്ടോ. ബെർമുഡ ട്രയാങ്കിൾ അറ്റ്ലാന്റിക്കിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതും ഈ പറഞ്ഞ എന്താണ്? സബ് ട്രോപ്പിക് ഹൈ പ്രഷർ ബെൽറ്റിൻ്റെ ഭാഗമാണ്. അങ്ങനെ ഒരുപാട് കപ്പലുകളൊക്കെ അവിടെ മിസ്സായിട്ട് ഒക്കെ ഉള്ളതിൻ്റെ കാരണമൊക്കെ അതാണെന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. അപ്പോൾ ഇനി ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖലയെക്കുറിച്ചും നമ്മുടെ ഈ പറഞ്ഞ ഭൂമിയിലുണ്ടാകുന്ന വിൻഡുകളെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട 3 ബലങ്ങളെക്കുറിച്ചെല്ലാം നമുക്ക് ക്ലാസ്സിൽ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഇപ്പോൾ പരീക്ഷയിൽ കണ്ടതുപോലെയുള്ള ഒരുപാട് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഈ ആശയം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. ചോദ്യത്തിന്റെ റൂട്ടും കൃത്യമായിട്ട് മനസ്സിലായി. അപ്പോൾ എല്ലാ കൂട്ടുകാർക്ക് വേണ്ടിയും ഈ സെഷൻ ഷെയർ ചെയ്യുക. എൻജോയ്, ഹാപ്പി ലേണിംഗ്.